ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് രേവതി പുതിയ ഡെമോ ഒക്കെ ഉണ്ടാക്കുവാണ് ഹോളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതിൻ്റെ. അതൊക്കെ ആയിട്ട് ഓരോരോ ഹോളുകളിൽ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു ഹോളിൽ കൊണ്ടുപോയി രേവതി ഇത് കാണിക്കുമ്പോഴേക്കും മാനേജർക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. മാനേജർ പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ മോളെ, ഇത് ഫംഗ്ഷൻസിൻ്റെ സീസണൊക്കെ അല്ലേ, ഇവിടെ ഫംഗ്ഷൻസ് വരുമ്പോഴേക്കും ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാമെന്നൊക്കെ മാനേജർ പറയുമ്പോഴേക്കും രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും ഈ ടൈമിൽ അവിടെ ഹേമ കടന്നു വരുവാണ്. കൂടെ രണ്ട് ഗുണ്ടകളും ഉണ്ട്. ഹേമയെ കാണുമ്പോൾ തന്നെ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ഹേമ മാനേജറിനോട് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, താനെന്താ ഇവിടെ വല്ല കളിപ്പാട്ട കടകൾ തുടങ്ങുന്നുണ്ടോ? മാനേജർ പറയും, ഇല്ല മാഡം, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും പിന്നെ എന്താടോ ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊന്നുമല്ല, ഹോൾ ഡെക്കറേഷൻ ഐഡിയാസ് ആണെന്ന് പറയുമ്പോഴേക്കും ഹേമ രേവതിയെ പുച്ഛിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കമ്പ്യൂട്ടറിൽ ഓരോന്നൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പെണ്ണെന്താ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് എങ്ങനത്തെ രീതിയിലാണ് ഇഷ്ടമെന്ന് നമ്മളോട് പറയുമല്ലോ, അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ ഒന്നല്ല ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഹേമ രേവതിയെ പുച്ഛിച്ചുകൊണ്ടും പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ബാക്കിയുള്ളവരെ കാണിക്കണമെന്നും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡെമോ ഒക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, നീ എന്തിനാ ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് കുറുകെ വരുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയും, ഞാൻ ആരുടെയും കുറുകെയൊന്നും വരുന്നില്ല, ഞാൻ എൻ്റെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, നിനക്ക് ഈ നാട്ടിൽ എന്തായാലും തൊഴിലൊന്നും കിട്ടാൻ പോകുന്നില്ല മോളെ, ഇവിടെയുള്ള എല്ലാ ഡെക്കറേഷൻ വർക്കും ഈ ഹേമയ്ക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഭയങ്കര ഇങ്ങനെ അഹങ്കാരത്തോടെ പറയുവാണ്. എന്നിട്ട് ആ മാനേജറിനോട് ചോദിക്കുന്നുണ്ട്, ഇവർക്ക് താൻ എന്നിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു എന്ന് ചോദിക്കുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട്, ഹേയ് ഇല്ല, ഈ പെണ്ണിങ്ങനെ വന്ന് കാണിച്ചു, കൊള്ളാമെന്ന് ഞാനും പറഞ്ഞു, പക്ഷേ ഓർഡർ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, നിനക്ക് ഈ ഏരിയയിൽ നിന്നും ഓർഡർ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇതൊക്കെ എൻ്റെ ഏരിയ, നീ ഇവിടെ ഒന്ന് നോക്കി നടന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ കൊണ്ടുപോയി കാണിക്കും, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഡെക്കറേഷൻ വർക്ക് അവർ ചെയ്തോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഹേമ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഡെക്കറേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ, പക്ഷെ അത് ബാക്കിയുള്ളവരുടെ അവസരം നശിപ്പിച്ചുകൊണ്ടാകരുതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ഹേമയുടെ ഗുണ്ടകൾക്ക് ദേഷ്യം വന്നിട്ട് രേവതിയുടെ ഡെമോയൊക്കെ എടുത്തെറിഞ്ഞ് നശിപ്പിക്കുന്നുണ്ട്. രേവതി നശിപ്പിക്കില്ലേ എന്ന് പറയുമ്പോഴൊന്നും അവർ കേൾക്കുന്നില്ല. പിന്നെ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ ചവിട്ടി കൂട്ടുവാണ് കേട്ടോ. രേവതിക്ക് അതൊക്കെ കണ്ട് സങ്കടം വരുവാണ്. ഹേമ അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. വാശി കയറിയ രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് നശിപ്പിക്കാൻ നിങ്ങൾക്ക് 4 പേര് വേണ്ടി വന്നു, എൻ്റെ സച്ചിയേട്ടനെ ഒരാളെ മതി നിങ്ങളെ 4 പേരെയും അടിച്ചിടാനൊക്കെ രേവതി നല്ല മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ എടുത്തെറിഞ്ഞ ഈ ഡെമോ ഉണ്ടല്ലോ, ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ നിലയിൽ ഉയർന്നുയർന്നു വരും. രേവതിക്ക് അത്രയും സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മേഖലയിൽ എന്തായാലും എൻ്റേതായിട്ടുള്ള ഒരു പേര് ഞാൻ കുറിച്ചിടും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് രേവതി ആ പൊളിച്ചിട്ട ഡെമോ ഒക്കെ കയ്യിൽ കൂട്ടിയെടുത്തിട്ട് വാശിയിൽ ആ ഹോളിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. രേവതി എന്തായാലും ഈ മേഖലയിൽ ഉയർന്നു വരുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാമയുടെ വീട്ടിലോട്ട് ചന്ദ്ര വരുന്നതാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് വരുമ്പോൾ തന്നെ, നീ എന്താ ബാമ എന്നോട് വരാനൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയും, നീ എന്താ ചന്ദ്രയെ അകത്തോട്ടൊന്നും കയറുന്നില്ലേ, കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. എനിക്കാകെ പ്രശ്നങ്ങളാ ബാമേ, നിനക്കറിയാലോ ആ 50 ലക്ഷം രൂപ എടുത്ത് സുതി ഓടിപ്പോയത്, ആ പൈസ അടിച്ചു മാറ്റിയ നീലിമയുണ്ടല്ലോ, അവൾ ആ കാശ് തിരികെ ഏൽപ്പിച്ചു, പക്ഷേ ഈ ശ്രുതിയും അതാരോടും പറയാതെ അവർ ബിസിനസ് തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ ഒന്നും അറിയാത്ത പോലെ ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. ഓഹോ, ആ പൈസക്കാണോ അവരപ്പോൾ ബിസിനസ് തുടങ്ങിയത്? അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ കൊടുത്തയച്ച പൈസയല്ലല്ലേ, ശ്രുതി പറഞ്ഞിട്ടാണോ അവളപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ശ്രുതിയൊന്നും ഒരിക്കലും അങ്ങനെ പറയത്തില്ല, അവൻ കള്ളവും ചതിയും ഒന്നും അറിയാത്തവനാന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതിക്കും അതൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൾ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെയൊക്കെ എല്ലാം കള്ളത്തരങ്ങളും കാണിച്ചു കൂട്ടിയത്, അവളെ ഉണ്ടല്ലോ ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ ചതിക്കുവാന്നൊക്കെ ചന്ദ്ര ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബാമ പറയുന്നുണ്ട്, ഏതായാലും ശ്രുതി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, കാരണം ശ്രുതിക്ക് നിന്നെ അമ്മയെ പോലെ തന്നെയാ നിന്നെ തലയിൽ കയറ്റി വെച്ചാൽ അവൾ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അമ്മയോടാണല്ലോ എന്നിട്ട് കള്ളം പറയുന്നത്, അവൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ, അവൾ പറഞ്ഞിട്ടാണ് എൻ്റെ മകൻ എന്നിൽ നിന്നും ഇക്കാര്യം മറച്ചു വെച്ചത്, അവർക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ, ബാക്കിയുള്ളവർ ഇതൊന്നും അറിയാതെ എങ്ങനെ
എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു, അവരെന്നോട് പോലും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, ഹോ മനസ്സിൽ വിചാരിക്കുവേ, ഓ അപ്പോൾ അതായിരുന്നു കാര്യം, നീ പൈസ നിൻ്റെ കയ്യിൽ കിട്ടിയെന്നെങ്കിലും നീ ഇത് രവിയേട്ടനെ കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ചന്ദ്ര എന്നൊക്കെ ബാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ടേ, നിനക്കറിയാലോ ബാമേ, ആ വീട്ടിൽ ശ്രുതിയെ മാത്രമാണ് ഞാൻ എൻ്റെ മരുമോളായിട്ട് കണ്ടിരിക്കുന്നത്. മരുമോളല്ല, എൻ്റെ മോളെ പോലെ തന്നെയാണ്, തലയിൽ കയറ്റി വെച്ചല്ലേ ഞാൻ അവളെ നടന്നത്, എന്നിട്ട് അവൾ തന്നെയാണ് എന്നോട് ഈ പ്രവൃത്തി കാണിച്ചത്, എന്നെക്കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല ബാമയെന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകും ചന്ദ്രേ, എന്നാലും ശ്രുതി അമ്മയില്ലാത്ത കുട്ടിയല്ലേ അവൾ, ചില സമയത്ത് നിന്നെപ്പറ്റി സംസാരിക്കുമ്പോഴേക്കും ആൻറ്റി എന്നല്ല അമ്മ എന്ന അറിയാതെ അവളുടെ വായിൽ നിന്നും വന്നു പോകുന്നത്, അതുപോലെ അവൾ നിന്നെ കാണുന്നതും അമ്മയുടെ സ്ഥാനത്താ ചന്ദ്ര ശ്രുതി നിന്നെ കാണുന്നതെന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണ് നിറയുന്നുണ്ട്. പിന്നെയും ബാമ തുടർന്നുകൊണ്ടിരിക്കുവാണ് ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതുമാത്രമല്ല ചന്ദ്രേ, അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നിൻ്റെ മകന് വേണ്ടിയിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിൻ്റെ മകനെ അവൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ബാമ പറയുവാണ്. അതുമാത്രമല്ല, അവൾ ഒരു പണക്കാരൻ്റെ വീട്ടിലെ കുട്ടിയാണ്, നീ ഇങ്ങനെ അവളെ ശിക്ഷിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഒരു സമയത്ത് നിന്നെ വെറുക്കാൻ തുടങ്ങും, ഒരാളെ ഒരു പ്രാവശ്യം വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സ്നേഹത്തിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചന്ദ്രേ. അതുമാത്രമല്ല, അവളുടെ അച്ഛൻ കോടീശ്വരനാണ്, ഒരു കാലത്ത് അവളുടെ പേരിലോട്ട് ആ സ്വത്തൊക്കെ മാറ്റിവെക്കും, അപ്പോൾ അവൾ കോടീശ്വരിയാവും, അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ എന്തായിരിക്കും, സ്വന്തം അമ്മയെക്കാളും കോടീശ്വരിയായ ഭാര്യ ആയിരിക്കില്ലേ വലുതെന്നൊക്കെ ബാമ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വാവിളിച്ച് നിൽക്കുവാണ്. അതുമാത്രമല്ല, സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലായി കഴിയുമ്പോഴേക്കും നീ അപ്പോഴും അവളോട് ഇതുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ അവളുടെ മനസ്സിൽ തോന്നില്ലേ, ഞാൻ എന്തിനാ എത്രയും ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഞാൻ മലേഷ്യയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് ഒറ്റ പോക്ക് പോവും എന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും ചന്ദ്രൻ എട്ടുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അങ്ങനെയൊന്നും പോവത്തില്ല എന്ന് പറയുവാണ്. പിന്നെ പോവില്ല, 50 ലക്ഷം കിട്ടിയപ്പോൾ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ മറന്നിട്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഓടിപ്പോയവനല്ലേ നിൻ്റെ മോൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ബാമയെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാമ പറയുന്നുണ്ട്, എൻ്റെ മകനെ തന്നെ കണ്ടില്ലേ, ഞാൻ എന്തോരം പുഞ്ഞാരിച്ചാണ് വളർത്തിയത്, പക്ഷേ പണക്കാരൻ വീട്ടിലെ മരുമോള് കയറി വന്നപ്പോഴേക്കും അവൻ അവളുടെ പുറകിൽ അവളുടെ വാക്കും കേട്ടുപോയി. ഈ പ്രായത്തിലെ ആണുങ്ങൾക്കൊക്കെ ഭാര്യമാരോടായിരിക്കും ചന്ദ്രയെ കൂടുതൽ സ്നേഹം, അതും പ്രത്യേകിച്ച് പണക്കാരൻ വീട്ടിലെ മോളായി കഴിഞ്ഞാൽ തീർന്നു, അവരവരുടെ വാല് പിടിച്ച് പൊയ്ക്കോളും എന്നൊക്കെ ബാമ പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ ബാമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നേ? അപ്പോൾ ബാമ പറയുവേ, ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഞാൻ നിന്നോട് പറയുന്നത്, ശ്രുതിയെ നീ ശിക്ഷിച്ചതൊക്കെ മതി, അവളോട് നീ ഇനി ഇങ്ങനെയൊന്നും പെരുമാറരുതെന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും ചന്ദ്ര അതേപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അവളെ ഇനി വിഷമിപ്പിക്കരുത് ചന്ദ്രേ, അവളെ നീ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ഗതിയായിരിക്കും നിനക്കും വരാൻ പോകുന്നത്, ഇത് തുടർന്നുകൊണ്ടും പോയി കഴിഞ്ഞാൽ ശ്രുതി എന്തായാലും ശ്രുതിയും കൂട്ടി മലേഷ്യയിലോട്ട് പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ടെൻഷൻ കയറുവാണ്. വീട്ടിലെത്തുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയെ ഉപദേശിക്കുന്നുണ്ട്, നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ അവരോട് പെരുമാറുന്നത്, അവർ ഭാര്യയും ഭർത്താവുക, അവരോട് ഇങ്ങനെ സംസാരിക്കാത്ത രീതിയിലൊക്കെ ആക്കി വെക്കുന്നത് എന്തിനാ, അവരുടെ വിഷയത്തിൽ അധികം നമ്മൾ ഇടപെടാൻ പാടില്ല, നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു, ഇനി നീ അതും ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് നടന്നുകൊണ്ടിരുന്ന പ്രശ്നം ഇനിയും വഷളാവും, ഈ കാര്യത്തിൽ ശ്രുതി മാത്രമല്ല തെറ്റുകാരൻ, നിന്റെ മോനും കൂടിയാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് അപ്പോഴും അത് പിടിക്കുന്നില്ലേ. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മകന് പറയാമായിരുന്നല്ലോ, അതൊന്നും വേണ്ട, അത് നമ്മുടെ അച്ഛൻ്റെ കാശാണ്, അത് നമുക്ക് അവരെ തന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്, അവൻ അതും ചെയ്തില്ല. അത് പോട്ടെ, അവർ ഈ കാര്യം ഷോറൂം തുടങ്ങി, ആ വിവരം ആ പൈസക്കാ തുടങ്ങിയതെന്നുള്ള കാര്യം നിന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ, അത്രേ ഉള്ളൂ അവന് നിന്നോടുള്ള സ്നേഹം, അവൻ കുഞ്ഞുവാവയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ഇതേപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ദേ ശ്രുതിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ അവളെങ്ങാനും മലേഷ്യയിലോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാവും, നാട്ടുകാർ മൊത്തം നിന്നെ കുറ്റം പറയത്തുള്ളൂ, ഇവിടെ ജീവിക്കാൻ വന്നൊരു പെണ്ണ് വീട് വിട്ട് പോയ അമ്മായിയമ്മയെ എല്ലാവരും കുറ്റം പറയത്തുള്ളൂ, അങ്ങനെയൊന്നും നടക്കാതിരിക്കണമെങ്കിൽ നീ ശ്രുതിയോട് ഈ പെരുമാറുന്നതൊക്കെ നിർത്തണം ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രനും ഈ മലേഷ്യയിലെ കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ടെൻഷനാവുകയാണ്. ഇനി ശ്രുതി എങ്ങാനും അങ്ങോട്ട് പോയി കളയുമോ, ശ്രുതി പോയാൽ ശ്രുതിയെ മലേഷ്യയിലോട്ട് പോകുമെന്നൊക്കെയുള്ള ഒരു ചിന്ത ചന്ദ്രയുടെ മനസ്സിൽ വരുവാണ്. എന്തായാലും ഇതോടുകൂടി ചന്ദ്രയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യം മാറുമെന്ന് ഉറപ്പായി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.